അനവധി ജാഥാ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇവിടെ എത്തിച്ചേർന്ന മഹാന്മാരായ ഉസ്താദന്മാരുടെ ആരുടെ മുഖത്തും ഒരു വിഷമമോ ഒരു വെപ്രാളമോ സമയം അധികമായോ എന്നുള്ള ഒരു തോന്നൽ ആരുടെ മുഖത്തും കാണുന്നില്ല. ഊർജ്ജസ്വലരായി സന്തോഷവാന്മാരായി എല്ലാവരെയും കാണപ്പെടുന്നത് അതിന് മാത്രം ജാഥയെ സ്വീകരിച്ച് ആനയിച്ച് തോളിലേറ്റിയതായ ജാഥകളും സ്വീകരണങ്ങളും ഏറ്റുവാങ്ങി നമ്മോട് എത്തിച്ചേർന്നുകൊണ്ടാണെന്ന് ഇവിടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ജാഥാ ക്യാപ്റ്റൻ അടക്കമുള്ള എല്ലാ ഉസ്താദന്മാരെയും നേതാക്കന്മാരെയും സാദാത്യങ്ങളെയും ഈ അഭിമന്യമായ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയും അവരുടെ പ്രാർത്ഥനകളും അവരുടെ മുലാഖാത്തുകളും ആഗ്രഹിച്ച് സന്തോഷിച്ച് കാത്തിരുന്ന ഇവിടുത്തെ നല്ലവരായ ജനങ്ങളോട് അതിന്റെ കടപ്പാടും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നതോടൊപ്പം വന്യരായ ഉസ്താദന്മാരെയും എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ പ്രിയപ്പെട്ട വർക്കിംഗ് കൺവീനർ അബ്ദുസമദ് മുസ്ലിയാർ ഇനി വന്യരായ ഉസ്താദ് ക്യാപ്റ്റൻ കൂട്ടുമല ഉസ്താദുകളെ ആരാധനം അറിയിക്കുകയാണ്, ഉപഹാരം നൽകുകയാണ്. അതിന് ബന്ധപ്പെട്ട ആളുകളെല്ലാവരും തയ്യാറായി നിൽക്കണം. അവരുടെ പേരുകള് ബഹുമാനപ്പെട്ട ചന്ദ്ര മുസ്ലിയാർ വിളിക്കുന്നതാണ്. ആ വിളിക്കുന്ന ആളുകള് ആ ഉപഹാരം ജാഥാ ക്യാപ്റ്റൻ അവരെ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുകയും അതിനുശേഷം അദ്ദേഹം പ്രസംഗം നടത്തുന്നതാണ്. മഹാനവറുകളെ അത് ഏറ്റുവാങ്ങുവാനും അത് നൽകുവാനും ബന്ധപ്പെട്ട ആളുകളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഹാരാർപ്പണം അർപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക കാര്യം ഉണർത്താനുള്ളത്, റേഞ്ച് സെക്രട്ടറിമാരാണ് ഹാരാർപ്പണം നടത്തുന്നതെങ്കിലും റേഞ്ചിന്റെ പരിധിയിൽപ്പെട്ട മഹല്ലുകളിൽ നിന്ന് സംഖ്യ ക്രോഡീകരിച്ചുകൊണ്ട് ഹാരാർപ്പണത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഒരു റേഞ്ചിൽ 10, 15, 20 മഹല്ലുകൾ ഉണ്ടാകും. ആ മഹല്ലുകളിൽ നിന്ന് സംഖ്യ സ്വരൂപിച്ചുകൊണ്ട് ആ മഹല്ലിലെ ജനറൽ സെക്രട്ടറിമാർക്ക് വേണ്ടി റേഞ്ച് സെക്രട്ടറിമാരാണ് ഹാരാർപ്പണം നടത്തുന്നതെന്ന് പ്രത്യേകം നടത്തുകയാണ്. ആദ്യമായി SVS മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പ്രിയപ്പെട്ട മജീദ് ദാരിമി വളരാതെ ഉപഹാരം. അടുത്തതായി കുറുക്കൽകോട് റേഞ്ച് അറബി മുസ്ലിയർ മണ്ണപ്പറ്റ, മഞ്ചേരി റേഞ്ച് അബ്ദുൽ റസാഖ് കൈവി, നെല്ലിക്കുത്ത് റേഞ്ച് അസ്ലം മൗലവി പാണ്ടിക്കാട്, പട്ടർകുളം റേഞ്ച് ഇബ്രാഹിം മുസ്ലിയർ, ചെറുകുളം റേഞ്ച് ഷറഫുദ്ദീൻ വെട്ടിക്കാട്ട്, കിടങ്ങം റേഞ്ച് ജബ്ബാർ ദാരിമി, തോട്ടുപുള്ളിൽ മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി മുഹമ്മദ് കുട്ടി ഫൈലി, ഉള്ളാടമുള മദ്രസ മജീദ് മാസ്റ്റർ, പേരേപ്പുറം മഹല്ല് മേലേതിൽ അഷ്റഫ്, ബദറുൽ ഹുദ സെക്കൻഡറി മദ്രസ അമയങ്കോട് അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ, വാക്കേത്തോട് മഹല്ല് കമ്മിറ്റി CK അലവി, തൊട്ടിക്കല്ല് മഹല്ല് കമ്മിറ്റി മദ്രസ ഫദ്ലുർ റഹ്മാൻ സൗദി, പൂക്കോട്ടൂർ റേഞ്ച് സെക്രട്ടറി. പ്രത്യേക അറിയിപ്പ്, മലപ്പുറം ജില്ലാ SKS കമ്മിറ്റി നടത്തുന്ന മഞ്ചേരി ജാമിയ ഇസ്ലാമിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം വരുന്ന ഫെബ്രുവരി 4 മഞ്ചേരി കാരക്കുന്ന് വെച്ച് നടക്കുന്നു. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷാബിദങ്ങൾ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തലു തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കുന്നു. എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇരുപത്തിയഞ്ചാം തീയതി ഉലമ ഉമറ കൺവെൻഷൻ മഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയം നടക്കുന്ന ബന്ധപ്പെട്ട് പങ്കെടുക്കുക. മറുപടി പ്രസംഗത്തിനായി ഉസ്താദിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള ബഹുമാന്യരായ ഉസ്താദുമാരെ, സമയം വൈകിയതുകൊണ്ട്
ആരെയും പേരെടുത്ത് പറയുന്നില്ല. സമസ്തയുടെ മുഷാവറകൾ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ, ഉസ്താദുമാര്, നേതാക്കന്മാര് ഇവിടെ ഇത്രയും സമയം നമ്മളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ ദീർഘമായി നിങ്ങളോട് സംസാരിച്ചു എന്ന് എനിക്കറിയാൻ സാധിച്ചു. ബഹുമാന്യനായ നമ്മളുടെ അഡ്വക്കേറ്റ് യു ലത്തീഫ് സാഹിബ്, അതുപോലെ തന്നെ ബഹുമാന്യനായ ഷരീഫ് ഗുരുക്കൾ ഉൾപ്പെടെയുള്ള പലരും നമ്മളുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പ്രസ്ഥാനത്തിനെ സ്നേഹിച്ചുകൊണ്ട് ഇത്രയും സമയം ഉറക്കമൊഴിച്ച് എന്ന് തന്നെ പറയാം. ഉറക്കം വളരെ നേരത്തെയാണല്ലോ, കാരണം രാത്രി വളരെ കൂടുതലും പകല് വളരെ കുറവുമാണ്. ഇപ്പൊ നമുക്കൊരു അർദ്ധരാത്രി പോലെയാണ്. അത്രയും സമയം ഉറക്കം വഹിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇവിടെ സമയം ചെലവഴിച്ച എന്റെ ബഹുമാന്യരായ സഹോദരന്മാരെ, സദസ്യരെ, സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു പ്രസംഗവും ഇനി ഇവിടെ ആവശ്യമില്ല. ആവശ്യത്തെക്കാളധികം പ്രസംഗങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം നിങ്ങളോട് ആമുഖമായി പറയാനുള്ളത്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ സന്ദേശയാത്ര ഇന്ന് പല സ്ഥലങ്ങളിലായി വളരെ വിദൂരമായ പോയിന്റുകൾ നിശ്ചയിച്ചുകൊണ്ടാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മണിക്കൂറുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തേണ്ട സമയം മണിക്കൂറുകൾ എടുക്കേണ്ടി വന്നു. അങ്ങനെ ആയതിന്റെ പേരിലാണ് സമയം വളരെ വൈകിയത്. ഇപ്പൊ ഇവിടെ തന്നെ ആരോ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, നമ്മളെ ജാഥ വഴുകി ഓടുകയാണോ എന്ന് ചോദിച്ചു. വളരെ വഴുകിയാ ഓടുന്നത്, കാരണം ഇവിടേക്ക് ഇപ്പോഴേ എത്താൻ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒഴുക്കം ഇതിന് സംഭവിച്ചു പോയിട്ടുണ്ട്. നിങ്ങളതൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഇത്രയും സമയം ഇവിടെ ഇരുന്നു. അൽഹംദുലില്ലാ, നിങ്ങളോട് അതിന് ക്ഷമ ചോദിക്കുകയാണ്. നമ്മളുടെ ഈ പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത ആദർശത്തിന്റെ അടിയുറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. സമസ്തയുടെ ആദർശത്തിന് ഓരോ ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ കൊല്ലങ്ങൾക്കോ അല്ലെങ്കിൽ സ്ഥലങ്ങൾക്കോ കാലങ്ങൾക്കോ ഒന്നും തന്നെ ഒരു വ്യത്യാസവും വരുത്താതെ ആ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ ഈ സമുദായത്തിന് നേതൃത്വം നൽകുക എന്നതാണ് സമസ്തയുടെ പാരമ്പര്യം. അതുകൊണ്ടാണ് സമസ്തയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പ്രമേയം ഈ സമ്മേളനത്തിൽ ഉയർത്തിപ്പിടിക്കാനുണ്ടായ കാരണം. ആദർശ വിശുദ്ധിയുടെ 90 വർഷം എന്ന് പറഞ്ഞാൽ ആദർശം എന്നതാണ് പരിശുദ്ധ ദീന്. ആ ദീന് എങ്ങനെയാണ് ഇവിടെ നിലനിർത്തേണ്ടത് എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത്തിബാഅ്, ആ ഒരു പാരമ്പര്യം പൂർവികരോട് പിൻപറ്റിക്കൊണ്ട് അവരുടെ കാലഘട്ടങ്ങളെ നമ്മൾ നമ്മളുടെ ദീനിന്റെ പ്രമാണമായി അംഗീകരിച്ചുകൊണ്ട് പോരണം. അതാണ് പരിശുദ്ധമായ ദീൻ, അതാണ് പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത്. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. എവിടെയാണെങ്കിലും ശരി, ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും ശരി, ഏത് കാലത്തായാലും ശരി, അതൊന്നും ഇപ്പൊ ഇനി പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് അതിലൊക്കെ എന്തെങ്കിലും ചെറിയ നീക്കുപോക്ക് ഉണ്ടാക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഈ പരിശുദ്ധമായ ആദർശത്തിന് യോജിക്കാത്തതാണ്. അതുകൊണ്ട് അതിലും ഉറച്ചു നിൽക്കുന്ന ആ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിന് 90 വർഷമായി ബഹുമാനപ്പെട്ട സമസ്ത നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ആ മഹത്തായ സംഘടനയുടെ 90 വർഷം പൂർത്തിയായ ആഘോഷം ആ നിലക്ക് ആഘോഷിക്കാനുള്ള ഒരു പരിപാടിയാണ് അതിന്റെ 90ാം വാർഷികം. അത് നിശ്ചയിച്ച അടുത്ത മാസം 11 മുതൽ 14 കൂടിയ ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും സൗകര്യപ്രദമായ ആലപ്പുഴ വിശാലമായ കടപ്പുറത്താണ് ഈ സമ്മേളന നഗരി ഒരുക്കാൻ പോകുന്നത്. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന വലിയ മഹാസംഗമം
അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധമായ സമസ്ത എന്ന ഈ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ഒരു ശക്തി ലോകത്തിന് വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന് വരെ നടന്ന സമ്മേളനങ്ങളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ശക്തി, നമ്മൾ ദുർബലരല്ല, നമ്മൾ നല്ലപോലെ ശക്തന്മാരാണെന്ന് തെളിയിച്ചു കൊടുക്കേണ്ടി വരുമ്പോൾ അതും ആവശ്യം. നമുക്കറിയാമല്ലോ, തവാഫിലൊക്കെ റംല് നടത്തം എന്നൊരു നടത്തുണ്ട്. റംല് സാധാരണ തവാഫ് സാധാരണ നടത്താം, അതിന്റെ ഇടയിൽ കുറച്ച് റംല് നടത്തം വേണമെന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ സാഹചര്യം? അതിന്റെ സാഹചര്യം അത് ഉണ്ടാകുന്ന ആ കാലം അങ്ങനെയുള്ള ഒരു സ്ഥിതി മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ മനസ്സിലാക്കി ഇവരൊക്കെ ദുർബലന്മാരാണ്, ഇവർക്കൊന്നും കൂവത്തില്ല, ഇവർക്കൊന്നും ആഫിയത്തില്ല, ഇവർക്കൊന്നിനും കഴിയൂല. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അതവർക്ക് തോന്നാനേ പാടില്ല, അത് അവർക്ക് ആ ധാരണ തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ തിരുത്തിക്കണം. അതിനുവേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക കാര്യം അന്ന് സ്ഥാപിച്ചു. ഇന്ന് വരെ അത് നടന്നു പോലെയാണ്. അതാണ് നമ്മൾ ഈ കാര്യത്തിലൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. നമ്മളുടെ ശക്തി, നമ്മളുടെ ഇസ്സത്ത് ഒക്കെ തന്നെ നമ്മൾ ശരിക്കും പ്രകടമാക്കേണ്ടുന്ന സമയം വരുമ്പോൾ അത് പ്രകടമാക്കണം. എന്തിനാണ് ഇങ്ങനെ വലിയ സമ്മേളനം നടത്തുന്നത്, എത്ര പൈസ ഇതിന് ചെലവാണ് എന്നൊക്കെ ചിലപ്പോൾ പലരും സംശയിക്കും, അല്ലെങ്കിൽ പറയും. എന്നാൽ ഇതൊരു വാസ്തവത്തിൽ ഇതിന്റെ ഉദ്ദേശത്തിലെ ഒന്ന് നമ്മളുടെ ശക്തി പ്രകടനം തന്നെയാണ്. അത് ഇൻഷാ അല്ലാഹ് സമസ്ത നടത്തിയ സമ്മേളനങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. 85ാം വാർഷികത്തിനും ആ നിലക്ക് തന്നെയാണ് ഉണ്ടായി. അപ്പൊ ആ വാർഷിക സമ്മേളനത്തിന് നമ്മളുടെ ശക്തി പ്രകടനം, സമസ്തയുടെ ശക്തി പ്രകടനം അതിവിടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊക്കെ ബാധ്യതയുണ്ട്. അതിലെല്ലാവരും പങ്കെടുത്തുകൊണ്ട് ആ സമ്മേളനം വളരെ വമ്പിച്ച സമ്മേളനമാക്കി മാറ്റണം. അതിനുവേണ്ടി അതിലേക്ക് നിങ്ങളെയൊക്കെ നേരിൽ ക്ഷണിക്കാൻ കൂടിയാണ് ഈ സന്ദേശ ജാഥയുമായി ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. നിങ്ങളെയൊക്കെ ആ മഹത്തായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അതുപോലെ നിങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കാനുള്ളത്, ഇത്രയും സമയം ഇത്രയും വലിയൊരു സദസ്സ് ഇവിടെ നിലനിർത്തി ഈ മഹത്തായ പ്രസ്ഥാനത്തിനോട് നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. എന്തു തന്നെ വന്നാലും വേണ്ടില്ല, ഏത് ഭാഗത്തു നിന്നുള്ള എന്ത് പ്രശ്നങ്ങൾ ആര് പറഞ്ഞാലും ശരി, സമസ്ത എന്ന ഈ മഹത്തായ പ്രസ്ഥാനം അതാണ് മുസ്ലിങ്ങളുടെ രക്ഷയ്ക്ക് ഇവിടെ ഉള്ളൂ എന്ന് ബോധ്യമുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ഒപ്പമേ ഉണ്ടാകൂ എന്ന് വീണ്ടും നിങ്ങൾ വിളിച്ചോതുന്ന ഒരു നല്ല സദസ്സ്, അതാണ് ഈ സദസ്സ്. ഇത് നിങ്ങളിവിടെ ഉണ്ടാക്കി ഇത്രയും സമയത്തിന് വേണ്ടി ചെലവഴിച്ച അല്ലാഹു ഈ മഹത്തായ സംഗമം കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള നന്ദിയും അറിയിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മൾ ഉസ്താദന്മാർക്കൊക്കെ പല വിധത്തിലുള്ള രോഗങ്ങളും വിഷമങ്ങളും ഒക്കെയുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ് പോലുള്ള നമ്മളുടെ വലിയ ഉസ്താദുമാര്, അതുപോലെ സമസ്തയുടെ മറ്റു കുറെ ഉസ്താദന്മാര്, അവർക്കൊക്കെ അതുപോലെ ഉസ്താദന്മാര് മാത്രമല്ല, നമ്മളുടെ ഉമറാക്കൾ, നമ്മളെ കൂടെയുള്ള നല്ലവരായ നേതാക്കൾ, പ്രവർത്തകന്മാര് പലരും ഇതുപോലെ രോഗികളും വിഷമമുള്ള ആളുകളുമാണ്. അല്ലാഹു അവർക്കൊക്കെ തന്നെ പൂർണ്ണ ശിഫ നൽകി, സിഹത്ത് നൽകി ദീർഘകാലം നമ്മളുടെ ഈ പ്രസ്ഥാനവുമായി നേതൃത്വത്തിലും അതിന്റെ പ്രവർത്തനത്തിലുമൊക്കെ നിലനിൽക്കാനുള്ള തൗഫീഖ് അവർക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കല്ലാഹു അങ്ങനെ ആ നിലക്ക് നമുക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ദീർഘകാലം ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളുടെ ഈ ഖിദ്മത്തുകളെയൊക്കെ അല്ലാഹു പൊരുത്തപ്പെട്ട ഖിദ്മത്തായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. പല ഹലാലായ ഉദ്ദേശങ്ങളും മനസ്സിൽ വെച്ച് പ്രത്യേകമായി ദുആ ചെയ്യാൻ ഈ കിട്ടുന്ന എല്ലാ സദസ്സിലും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട പലരുമുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ പോരുമ്പോൾ പലരും ദുബൈയിൽ നിന്ന് വരെയുള്ള ആളുകൾ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള മജ്ലിസുകളിലാണ് ഉസ്താദ് പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അങ്ങനെയുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും
അവർക്കും നമുക്കും അല്ലാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. അതിനെന്ത് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അതൊക്കെയും തന്നെ അല്ലാഹു തട്ടിമാറ്റി അതിന് റാഹത്തും സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിൽ നിങ്ങൾക്കൊരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ സമ്മേളനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും.